വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി കടലിലും പരിശോധന നടത്തും. മൃതദേഹം കടലിൽ ഒഴുകിയെത്തിയോ എന്നറിയാൻ കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടും. DNA പരിശോധന വേഗത്തിലാക്കും. രക്ഷാപ്രവർത്തകർ എത്തിപ്പെടാത്ത ഇടങ്ങൾ ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ 224-ലെത്തി. വയനാട്ടിൽ നിന്ന് 5, നിലമ്പൂരിൽ നിന്ന് 1 ഇങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. തിരിച്ചറിയാത്ത 30 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളും പുത്തുമലയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ശ്മശാനത്തിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു. വയനാട്ടിൽ നിന്നും 150ഉം നിലമ്പൂരിൽ നിന്നും 76 മൃതദേഹങ്ങളാണ് ഇതേവരെ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. വയനാട്ടിൽ നിന്നും 24, നിലമ്പൂരിൽ നിന്നും 157, അങ്ങനെ 181 ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 154 പേരെ കാണാതായി എന്നാണ് കണക്ക്. 88 പേർ ഇപ്പോഴും ആശുപത്രികളിലാണ്. ചൂരൽമല ഭാഗത്ത് 9 ക്യാമ്പുകളിലായി 1381 പേർ കഴിയുന്നു. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളെയും ശരീരഭാഗങ്ങളിലെയും DNA പരിശോധന ത്വരിതപ്പെടുത്തും. സ്വകാര്യ ലാബിലും പരിശോധന നടത്താനാവുമോ എന്ന് പരിശോധിക്കും. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളെ ദുരിതബാധിത മേഖലയായി പ്രഖ്യാപിക്കും. പൊളിച്ചുമാറ്റേണ്ട കെട്ടിടങ്ങൾ വിദഗ്ധർ പരിശോധിച്ച് നടപടിയെടുക്കും. മൊബൈലും സിമ്മും നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി അത് നൽകും. ദുരിതബാധിത പ്രദേശത്തെ സ്കൂളുകളിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലെ 1ാം പദ പരീക്ഷകൾ മാറ്റിവെച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമഗ്ര പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് രൂപപ്പെടുമ്പോൾ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ KK നായർ അംബേദ്കർ കോളനി, അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്നും അടുത്ത 6 മാസം സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചാലിയാറിലെ തെരച്ചിൽ ശക്തമാക്കാൻ ഇന്ത്യൻ നേവിയുമായി പ്രത്യേക ചർച്ച നടത്തും. കടലിൽ മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ താമസയോഗ്യമായ വീടുകളുള്ളവർക്ക് മടങ്ങാനുള്ള സൗകര്യമൊരുക്കും. വിലപിടിപ്പുള്ളത് കണ്ടെത്താനുള്ള തെരച്ചിലിന് പോലീസ് സാന്നിധ്യവും ഉറപ്പുവരുത്തും. ലോകത്തിന് മുന്നിൽ മാതൃകയാവുന്ന പുനരധിവാസ പദ്ധതിയായിരിക്കും രൂപീകരിക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം, പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും. അതിനകത്ത് നേരത്തെ ഇന്നലെയോ മറ്റോ ഞാൻ പറയുമ്പോൾ ലോകോത്തര നിലവാരമുള്ള പുനരധിവാസം എന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിക്കുകയാണ്. അതിനു പറ്റിയ ആർക്കിടെക്റ്റുകളുമായി അടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും. സർക്കാർ ജീവനക്കാരിൽ നിന്നും 5 ദിവസത്തെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനം. ഇതുവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് 53,98,52,942 രൂപയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.